കുട്ടികൾ അവർക്ക് ആക്കാൻ പറ്റിയ ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അവർ ഒരു ഫിത്തിനയിലും ഒരു വൃത്തികേടിലും പെടൂല. ഉപ്പയും ഉമ്മയും മാതൃകയാവണം. ഉദാഹരണം പറഞ്ഞാൽ, ഉപ്പ എപ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോൾ തൊപ്പി ഇടാറുണ്ട്. ആ കുട്ടി മദ്രസയിൽ നിന്ന് തൊപ്പി ധരിക്കണമെന്ന സുന്നത്ത് പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ, ഓൻ ശരിയാക്കും. ഉപ്പ താടി പഠിക്കുന്ന ആളല്ല. ഉപ്പ ഉദാഹരണത്തിന് ഉപ്പ താടി പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ നിന്ന് ആ കുട്ടി പഠിക്കുന്ന താടി പഠിക്കൽ തഹരീമിൻ്റെ അഥവാ കുറ്റമുള്ള കാര്യമാണ് എന്ന് പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അപ്പോൾ അവൻ ആദ്യം ആലോചിക്കൂ, നമ്മളെ ഉപ്പയോ ആലോചിക്കൂലേ? അന്യപുരുഷന്റെ മുന്നിൽ സ്ത്രീയുടെ ഔറത്ത്, ശരീരം മുഴുവൻ. അപ്പോൾ പെൺകുട്ടി ചിന്തിക്കൂ, അപ്പോൾ നമ്മൾ ഉമ്മ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരൻ്റെ മുമ്പിലും മത്സ്യം വിൽപ്പ് നടത്തുന്ന സത്താർക്കാൻ്റെ മുമ്പിലെല്ലാം ഇങ്ങനെ നിന്നിട്ട് എന്തല്ല പറയുന്ന കാണുന്നുണ്ടല്ലോ ഈ കുട്ടി. പിന്നെ എങ്ങനെ, ഞാൻ ആദ്യം പറയും, നമ്മൾ ഏറ്റവും വലിയ ആളാവേണ്ടത് നമ്മളെ മക്കളുടെ മുമ്പിലാണ്. നമ്മളെ ഭാര്യ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ആലോചിച്ച് നമ്മൾ നാട് നീളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളെ ഭാര്യ നമ്മളോട് പറയാണ്, ഈ ഗ്ലാസ് വെള്ളം ആരെക്കൊണ്ടെങ്കിലും മന്ത്രിപ്പിക്കും, എനിക്ക് കുറച്ച് ദിവസമായിട്ട് രാത്രി ഭയങ്കര വയറുവേദന, ഇന്നില്ല, നിങ്ങളൊരു കുപ്പി ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിപ്പിക്കോ. തങ്ങളെ ഉസ്താദൊന്നും ആവണമെന്നില്ല, നല്ലൊരു മനുഷ്യൻ ആരായാലും മതി. അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങൾ വേണ്ട, നിങ്ങളെ നമുക്ക് ശരിക്കറിയാം, നിങ്ങൾ എത്ര മണിക്കാ സുബീക്ക് എണീക്കലെന്ന് നമുക്കറിയാം, നിങ്ങൾ ദയവ് ചെയ്തിട്ട് വന്നിരിക്കണ്ടോ. അങ്ങനെ അതിൻ്റെ അർത്ഥം. നമുക്കാദ്യം റാങ്ക് കിട്ടേണ്ടത് യുവ കൂട്ടായ്മൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലല്ല, പിന്നെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, വീട്ടിൽ നിന്ന്. നമ്മളെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമുക്ക് റാങ്ക് ഇടണം, 1ാം റാങ്ക്. അപ്പോഴാണ് ഇസ്ലാം പറയേണ്ടത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖൈറുക്കും ലി അഹ്ലി, കുടുംബത്തിൽ നല്ല ആളായാൽ നിങ്ങൾ ഏറ്റവും ഉത്തമനായി മാറും. അപ്പൊ നമ്മളെ വീട് അതിന് പറ്റിയ വീടാവണം. അപ്പൊ നമുക്ക് 3 മക്കളുള്ള, എല്ലാം ചെറിയ മക്കളാണ്. മൂത്തോനെ വിളിച്ചിട്ട് നമ്മൾ പറയാണ്, മോനു, ഈ ബാത്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ടോയ്ലറ്റ് അടക്കമുള്ള ഈ ബാത്റൂമിൽ വലിയ ചെരുപ്പുണ്ട്, ഇതായിരിക്കാം ഉപ്പാക്കും ഉമ്മാക്കും, ഓക്കെ അല്ലേ? ഈ ചെറിയ ചെരുപ്പ് ഉപ്പ ഇന്നലെ വാങ്ങി, ആയിരിക്കാന്നത്? ഉപ്പാക്ക് അത് പിടിക്കോ? ഇല്ല. ഉമ്മാക്ക് പിടിക്കോ? ഇല്ല. നമ്മളെ പാല് കുടിക്കുന്ന ഫാത്തിക്ക് പിടിക്കോ? ഇല്ല. പിന്നെ ഇതായിരിക്കാം ഇങ്ക്, ഓക്കെ അല്ലേ? ഇത് ഉപ്പ 80 ഉറുപ്പ്യ കൊടുത്തിട്ട് മോനിക്ക് വേണ്ടി വാങ്ങിയതാണ്. എന്ന് ആ കുട്ടിക്ക് ആ സുന്നത്ത് സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് ആ സുന്നത്ത് പഠിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റായ വഴി. ബാത്റൂമിൻ്റെ പുറത്ത് ഒരു കുളത്തുണ്ടായിട്ട് ഒരു തൊപ്പി അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓനോട് പറയാം, തല മറക്കൽ സുന്നത്താന്ന് പഠിച്ചിട്ടില്ലേ മോനി, ഇതിട്ടിട്ടേ ഇനി പോകാൻ പറ്റൂട്ടാ, ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളെ വീട് തന്നെ ഫുള്ളി ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിലുള്ള വീടാക്കി മാറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയ 5ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, നീ എല്ലാം എഴുതിന് ഫുൾ മാർക്കാന്നല്ല ഇന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഇന്നെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര മാർക്കാണല്ലോ, എന്തെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്നെന്താ പരീക്ഷ ഉണ്ടായി, ഫിഖ്, എന്താ ക്വസ്റ്റ്യൻ ഉണ്ടായിന് ഒന്ന് വെറുതെ ഉപ്പ ചോദിച്ചു നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞട്ടെ, ഓർമ്മയില്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻ. ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? മോൾ എഴുതിനാ ഫാത്തി ഫിദ? എന്താ എഴുതിയ? ഉഫ്രാനക അൽഹംദുലില്ലാഹി വെരി ഗുഡ്. മോൾ ഇന്ന് രാവിലെ മദ്രസയിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിലേക്ക് പോയിട്ട് വരുമ്പോൾ ഇത് ചൊല്ലീന. ഇതാണ് പുതിയ ടീം എന്ന് പറയുന്നത്. തിയറി ഭയങ്കര തിയറി ആയിരിക്കും, മരണമാസ് തിയറി ആയിരിക്കും. ടിപ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല നിങ്ങൾ കുടുംബ ക്ലാസ് എടുക്കുന്ന കുറേ ആള് ഭാര്യയായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഭാര്യയെ തല്ലരുത് എന്ന് പറയുന്ന ആള് പോലെ ഭാര്യനായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഏതുപോലെ ഹേർട്ട് പേഷ്യൻ്റ് ആയ ഒരാൾ, ഹൃദയം രോഗിയായ ഒരാൾ, അയാളോട് എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ, ഹേർട്ട് പേഷ്യൻറ്റിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അറ്റാക്ക് ആവുമെന്ന് പേടിച്ചിട്ട് അയാൾക്ക് കുറി അടിച്ച് 10 ലക്ഷത്തിൻ്റെ. അയാളോട് അത് പറയാൻ എല്ലാവർക്കും പേടി. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, ഈ വ്യാജ സൈക്കോളജിസ്റ്റുമാരുടെ കഥയെ പറയണത്. പ്രേമക്കേസിലെല്ലാം പെട്ടിട്ട് അയാളെടുത്ത് പോയിട്ട് പെൺകുട്ടിനെ നന്നാക്കാൻ നോക്കിയാൽ അയാളും ആ പെണ്ണും പ്രേമാകുന്ന കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഈ ഉദാഹരണം കൊണ്ടുവരുന്നത്.
അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞോളൂ, ഇങ്ങനത്തെ എത്ര കേസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അയാൾ ആ ഹേർട്ട് പേഷ്യന്റിനോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച്, നിങ്ങൾക്കൊരു 10 ലക്ഷം കുറി അടിച്ചാൽ എന്താ ചെയ്യാം? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 5 ലക്ഷം തരാം. ഇത് കേട്ടപാടി ഇയാൾ അറ്റാക്കായി. ഇതാണ് പുതിയ കാല ചികിത്സ നടത്തുന്നവർ. ഇതെല്ലാം നമ്മളാവേണ്ടത്. നമുക്ക് തിയറി പറയാൻ എളുപ്പമാണ്. മോനെ മുടി ശരിക്കും മുറിക്കണം. അപ്പോൾ നമ്മളെ തൊപ്പീൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് പിള്ളേർക്ക് അറിയാം. മോനെ മൊബൈൽ അധികം കാണരുത്. ഉപ്പാന്റെ അടുത്ത് കുട്ടികൾ വരുമ്പോ തന്നെ ഉപ്പ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഊരിയിട്ട് മിനിമൈസ് ചെയ്യുന്നത് പിള്ളേർക്ക് അറിയാമെന്ന്. ഇപ്പൊ ഒരാള് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മക്കൾ അടുത്ത് വരുമ്പോ ചില ചെറുപ്പക്കാരായ ഉപ്പ ഉമ്മ പഠിക്കാന്നല്ലേ ഇങ്ങനെ പറയുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവുന്നു. പിള്ളേർ അതിബുദ്ധിമാന്മാരാണ് ഇപ്പോഴത്തെ പിള്ളേർ, ഭയങ്കര പിള്ളേരാണ്. ഇപ്പൊ അടുത്തൊരു ചോട്ട മോന് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, അതെ ഒരു കൊതുകിനടിച്ചിട്ട് ചോദിച്ചാ, ഇതിന്റെ റൂഹ് അസറായിലായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക? എമ്മാതിരി ചോദ്യം. ഉത്തരം ഫത്താവില്ല ദീസയിലുണ്ടാകും. എല്ലാം പഠിപ്പിച്ചിട്ട് തന്നെയല്ലേ ചിത്താരുസ് നമ്മളെ വിട്ടത്. ഞാൻ പറഞ്ഞത് തന്നെയല്ല. കുട്ടികൾ തീ തുപ്പുന്ന ചോദ്യങ്ങൾ ചോദിക്കും, വേറെ ചോദ്യങ്ങൾ ചോദിക്കും. കുട്ടികൾ അഡ്വാൻസ്ഡ് ആണ്. ഒരു ചെറിയ മോൻ എന്നോട് ചോദിച്ചത്, സദാ അറബിയിലെ ആദ്യത്തെ അക്ഷരം അലിഫല്ലേ? അതെ. ഖുർആനിലെ ആദ്യത്തെ അക്ഷരം സൂറത്തുൽ ഫാത്തിഹ അല്ലേ? ആദ്യത്തെ സൂറത്ത്. അതെ. ആദ്യത്തെ ആയത്ത് ബിസ്മി അല്ലേ? അതെ. പിന്നെന്താ അലിഫ് കൊണ്ട് തുടങ്ങാണ്ട് ബാ കൊണ്ട് തുടങ്ങിയത്? എങ്ങനെയുണ്ട് ചോദ്യം? നമ്മൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട് ഈ കാരണം ശൈത്താനെ അതപകേട് അങ്ങനെയുണ്ടോ ചോദിക്കല്? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പിള്ളേർക്ക് എല്ലാം മനസ്സിലാവും. ഉപ്പ എന്താ കാണുന്നത്, ഉമ്മ എന്താ കാണുന്നത്, പിള്ളേർക്ക് ഗ്രാസ്പ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഓർക്ക് നമ്മളെ പേടിയായോണ്ട് ഓർ അങ്ങനെ പോകുന്നതാണ്. നമ്മളുടെ വീട് മാതൃകാ വീടാണെങ്കിൽ തീർച്ച ആ കുട്ടി ഒരു വഴികേടിലും പോകില്ലാന്ന്. എങ്ങനെ പോവുക? നമ്മളെ വീടാവേണ്ട വിധം നമ്മൾ ക്രമീകരിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മളെ വീട് എങ്ങനെയാ മാതൃകാ വീടാക്കി മാറ്റാൻ? ഒന്ന്, കുട്ടികൾ നമ്മളെ കണ്ടിട്ട് ഇബാദത്തുകൾ ധാരാളം പഠിക്കണം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനായ വാപ്പാന്റെ മോൻ എന്താ പഠിക്കുക? നിങ്ങൾ ആലോചിക്കുക. എല്ലാ മക്കളും നമ്മൾ എന്തിനാ ഈ ജോലിയെല്ലാം ചെയ്യുന്ന, ഗൾഫിലെല്ലാം പോകുന്നു മക്കളെ പോറ്റാൻ? എന്നിട്ട് ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? മക്കളെ എന്താ ഇപ്പൊ ചെയ്യണത്? ഒന്നൊരു സൂക്ഷ്മതയോടെ നമ്മളെ മക്കളെ മുമ്പിൽ നമ്മൾ ജാഗ്രത പുലർത്തണ്ടേ. ഒന്നാമത്തെ നമ്മൾ ഇബാദത്ത് നമ്മൾ ക്രമീകരിക്കണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായം, വയസ്സ് 10 എത്തിയിട്ടില്ല. ആ പ്രായത്തിൽ തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ച മഹാന. എങ്ങനെ തഹജ്ജുദ് നിസ്കാരം ആരംഭിക്കുന്നറിയാം? ഇടക്കിടക്ക് പാതിരാക്ക് ഞെട്ടണ സമയത്ത് ഉപ്പ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നതാണ് അബൂ യസീദ് തങ്ങൾ. ഒരു ദിവസം ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ നിസ്കരിക്കണത്? തഹജ്ജുദ്. ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത്? മോനെ സുബിക്ക് വിളിക്കുന്നില്ലേ? ഉപ്പാക്ക് സുബിയുണ്ട് തഹജ്ജുദുണ്ട്, അനക്ക് വെറും സുബി മാത്രം. അങ്ങനെ ഉണ്ടാവില്ലേ? കുട്ടികളെ എപ്പോഴും എണ്ണം വെച്ച് പറയുമല്ലോ. ആ അത് മോനെ തഹജ്ജുദ് പാതിരാക്ക്. ആ എന്തുപ്പ? അത് ഉപ്പാക്ക് നരകം പേടിയായിട്ടാണ് മോനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. നരകം എന്ന് പറഞ്ഞാല് ഭയങ്കര ചൂടുള്ള തീയാണ്. അതിൽ ചെറിയ ആളെ ഒന്നും ഇടൂല. ഇല്ല, വലിയ ആളെ മാത്രമേ തീയിലിടൂ. അതെ. അല്ലുപ്പ, ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുമ്പോ വലിയ വിറക് വെക്കുമ്പോ ഗ്യാപ്പിൽ ചെറുതും വെക്കുന്ന അണ്ണൻ. ആ എന്നാ മോനെ നാളെ മുതൽ വിളിക്കാം. അങ്ങനെ തുടങ്ങിയതാ.